ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് കുഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന്. കുഞ്ചു ദുബായിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. 5-6 ദിവസമായി ഉള്ളു വന്നിട്ട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവളെ പുതിയ വീട്ടിൽ കൊണ്ട് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഞാനും അമലോട്ടിനും കൂടി പോകാൻ നോക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറയുന്നതാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ ഇനി ബുള്ളറ്റും എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ചുവിൻ്റെ സ്വന്തം വീട്ടിലാണ് പോകുന്നത്, സ്വന്തമായ അടുത്ത വീട്ടിൽ. അത് കുറച്ച് ദൂരമുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ നമ്മൾ കുഞ്ചുവിൻ്റെ വീട്ടിലെത്തി. ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവിടെ വേറൊരു മനുഷ്യൻ ഉണ്ടായില്ല. ഞാനിതിലുള്ള വീടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ വീടെല്ലാം നോക്കി. അടിപൊളി വീടാട്ടോ, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞ്, ദുബായ് വിശേഷങ്ങളെല്ലാം പറഞ്ഞ്. അതിനുശേഷം കുഞ്ചു പറഞ്ഞ ഒന്നും തിന്നാനില്ല, ബ്രെഡ് റോസ്റ്റ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ആക്കി. അങ്ങോട്ടേന്ന് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മേടിച്ചുകൊണ്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കിയ കാര്യം ഇതാ. വലിയ വീടല്ല, കണ്ടോ, വലിയ വീടല്ല. പക്ഷേങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും അങ്ങോട്ടേന്ന് വാങ്ങി മേടിക്കണം. ദുബായ്ക്കാരി കേട്ടാ ഇപ്പോൾ നാട്ടിലില്ലായിരുന്നു, സാധനങ്ങളൊന്നുമില്ല. എന്നാലും മഞ്ഞപ്പൊടി കൊണ്ടുവന്ന് നോക്കിയട്ടെ. അത്ര മതി. ഇവിടെ ഉപ്പിട്ടിട്ടാണ് ബ്രെഡ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മധുരോട്ടിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇവള് ചെയ്യുന്നതാണ്. പണ്ട് ഇതുപോലൊരു സന്ദർഭത്തിൽ ഞാൻ ഇവളോട് ചോദിച്ചു, എനിക്ക് ലൈമിൽ ഉപ്പ് വേണോ മധുരം വേണോന്ന്. ഞാൻ പറഞ്ഞു ഉപ്പ് മതിയെന്ന്. എന്നിട്ട് ഇവള് പറഞ്ഞ് ആന്ന് പറഞ്ഞിട്ട് ഇവള് പോയതാ. ഇവള് ഓൾറെഡി അതിൽ മധുരം ഇട്ടിട്ടുണ്ടായി. എന്നിട്ട് ഓളം ചെയ്ത് അതിൽ പിന്നെയും ഉപ്പ് ഇട്ടിട്ട് എനിക്ക് തന്ന്. എൻ്റെ എന്നെ കൊണ്ട് അവള് കുടിപ്പിച്ച് പിശുക്കത്തി. എത്ര ക്ലാസ് പഠിക്കുമ്പോ? 8-ലോ 9-ലോ അങ്ങനെ പഠിക്കുമ്പോ? 8-ലോ 9-ലോ കുഞ്ചു? 8-ലോ 9-ലോ? 8-ലോ 9-ലോ? നിങ്ങൾ 9-ല്, ഞാൻ 8-ല്. അങ്ങനെ പണ്ടത്തെ കഥകളെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ചുവിൻ്റെ വീട്ടിലെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിയിട്ട് എൻ്റെ യൂട്യൂബ് അവിടെ വെച്ച് അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇത് രസം അതെല്ലാം കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം ഇതാ നമ്മുടെ ആശാന്മാർ വന്ന്. ശരത്ത് പങ്ക്ച്വലാണ്. പക്ഷേ ശംഭുവിനെ അമലുവേട്ടനും കണ്ടിട്ടില്ല. അതായത് നമുക്ക് 10 മണി അങ്ങാനായി അവർ വന്നിട്ടില്ല. അവസാനം എന്താ ശംഭു 10 മണി കഴിഞ്ഞാൽ ശംഭു വന്നു. പിന്നെ നമ്മൾ കുറേ സമയം അമലോട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഈ പിള്ളമാർ ഏറ്റവും വലിയ പ്രശ്നമൊന്നും വിളിച്ച സമയത്ത് വരില്ല. അങ്ങനെ നമ്മൾ കുറേ പണ്ടത്തെ തള്ളു കഥകളും കുറേ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് നടന്ന് കുറേ സമയം നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടാ. ഇതൊന്നല്ല കേട്ടോ നമ്മളെ ഗ്യാങ് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാർ ഓരോ നാട്ടിലുള്ളത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയ ആൾക്കാർ കുറേ ആൾ പഠിക്കാൻ പോയി, കുറേ ആൾ ജോലിക്ക് പോയി, അങ്ങനെ എല്ലാവരും പോയി. അപ്പോൾ ശരത്ത് മാഷോട് ഞാൻ പറഞ്ഞു, നമുക്ക് 2 സ്റ്റെപ്പ് ഇടാം, നമുക്ക് എൻജോയ് ചെയ്യാം, എന്തെങ്കിലും വേണ്ടേന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മോൻ കേട്ടോ, നമ്മൾ 2 സ്റ്റെപ്പെല്ലാം ഇട്ട് വീഡിയോയിൽ ഇടറെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു സന്തോഷത്തിന് ഇട്ടതാണ്. അങ്ങനെ ഇതാ 11 മണിയാകുമ്പോഴത്തേക്ക് അമലോട്ടം വന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വീണ്ടും പണ്ടത്തെ കുറേ കഥകളെല്ലാം പറഞ്ഞ്. അപ്പോൾ സോനു വന്നിട്ടുണ്ടായിരുന്നു. സോനുവിനോട് കയറാൻ പറഞ്ഞിട്ട് സോനു പറഞ്ഞില്ല, സോനുവിന് പ്രോപ്പർ സ്ലീപ്പ് വേണം, ജിമ്മനോ. അങ്ങനെ ഒത്തിരി നാളത്തിന് ശേഷം നമ്മുടെ സ്ഥിരം ഗ്യാങ് ഇതാ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഗായ്സ്. ഓരോന്നായിട്ട് വരും. ഉച്ച 9 മണിക്ക് സ്ലീപ്പ്, പ്രോപ്പർ സ്ലീപ്പ് ഉച്ച വേണം. പിന്നെ ഉച്ചയല്ല ഫാമിലി മാനായ വേണ്ടിട്ട് നമ്മളെ പോലെ അല്ല. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നു. പണ്ടത്തെ അത്ര വൈബില്ല കേട്ടോ ഗൈസ്. നമ്മുടെ ടീമിലെല്ലാവരും കുറവാണ്. ആകെ 4 ആളെങ്ങാനേ ഉള്ളൂ. നമ്മൾ അധികം അങ്ങ് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പണ്ട് നമ്മളിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഫുൾ ചിരിയും ബഹളവും മാത്രമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ എല്ലാവരും ഓരോ പാട്ടിന് പോയിട്ട് നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ. അതായത് ഞാനും കുഞ്ചു യൂട്യൂബ് വീഡിയോ എടുക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളെ കണ്ടുമുട്ടിയപ്പോൾ. ശംഭുവിൻ്റെ എക്സ്പ്രഷൻ നോക്കി. ശംഭു മാഷ അടിപൊളിയായിട്ടാ. നമ്മൾ കുഞ്ചുവിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ നൈറ്റ്. ഇത് കുഞ്ചുവിൻ്റെ റൂമാണ്. കുഞ്ചുവിൻ്റെ റൂമിലാണ് നമ്മളിന്ന് ഉറങ്ങുന്നത്. ഇത് ഞാനും കുഞ്ചു മാത്രമേ ഉള്ളൂ. ആമ്പിള്ളേരിൽ അപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വ്ളോഗിൽ വേറെ എവിടെയെങ്കിലും പോകുന്നതായിട്ട് വരാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗായ്സ്, ബൈ ബൈ. പോകല്ല, നമ്മൾ രാവിലെ എണീച്ച് വീഡിയോ കൂടി കണ്ടിട്ട് പോകാം. രാവിലെ കുഞ്ചുമോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയെല്ലാം ഉണ്ടാക്കി വെച്ചിന്. ഞാൻ എണീക്കുന്ന സമയത്ത് അമലോട്ട് പോത്ത് പോലെ ഇറങ്ങി. ശരങ്ങും ശംഭു രാവിലെ എണീച്ച് വീട്ടിലും പോയി വന്ന്. അമലിനെ വിളിച്ചിട്ട് അവരോട്ട് കുറച്ച് നേരം കഴിയട്ടെ പറഞ്ഞു. അതിനെല്ലാവരും പോയിക്കോ, നമ്മൾ ടാറ്റ പറഞ്ഞു. ഇനി നാളെ വേറെ വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.